Hello students, welcome to Disha Academy. അപ്പോൾ നമ്മൾ ഇന്ന് ബയോളജിയിലെ ജെനറ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ട്, പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള ബാച്ചായിരുന്നു ടർബോ ബാച്ച്. അപ്പം ഇതിൽ എന്താണ് ടോപ്പിക് വൈസ് ആയിട്ടുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം, കയറി നോക്കുക. ഡെമോ ക്ലാസ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. എന്ത് സംശയവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മെൻറ്റേഴ്സ് എന്ത് ചെയ്യും, ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജെനറ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓക്കെ, അപ്പം ജെനറ്റിക്സ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഡി എൻ എ ഒരു ബയോമോളിക്യൂളാണ്. ഡി എൻ എ നമ്മൾ എന്താണ് ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഓക്കെ, ഇതാണ് ഡി എൻ എയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെയൊക്കെ അല്ലെങ്കിൽ മിക്കുള്ള ഓർഗാനിസത്തിൻ്റെയും ജെനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഡി എൻ എ ആണ്. ഇപ്പോൾ നമ്മൾ ഒരു സെല്ല് എടുത്തു കഴിഞ്ഞാൽ സെൻട്രമോസ്റ്റ് ഉള്ള ഈ ഒരു ഓർഗനിന് പറയുന്ന പേരാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഓക്കെ, ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് എന്തുള്ളത്, നമ്മുടെ ജെനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള നമ്മുടെ ഡി എൻ എ പ്ലേസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി ജെനറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ പേരൻസിൽ നിന്നും അടുത്ത ജനറേഷനിലോട്ട് കുട്ടികളിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുറേ ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ എല്ലാം പാസ് ചെയ്ത് വരുന്നുണ്ടല്ലേ, ഈ ട്രാൻസ്മിറ്റ് ചെയ്ത് വരുന്നുണ്ടല്ലേ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ജെനറ്റിക്സ് അല്ലെങ്കിൽ ഹെറിഡിറ്റി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പം ഇതിന് വേണ്ടിയിട്ട് കുറേ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നമുക്കിന്ന് നോക്കാനായിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ നോക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഡി എൻ എയുടെ ബേസിക് സ്ട്രക്ചർ എന്താണ്, അതിൽ എന്തൊക്കെ കമ്പോണൻസ് ആണ് ഉള്ളത്, അതിനെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം ഈ ഒരു സ്ലൈഡിൽ ജസ്റ്റ് കൊടുത്തേക്കുന്നത് എന്താണ്, ഹെറിഡിറ്റി എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. എന്താണ് ട്രാൻസ്മിഷൻ ഓഫ് ട്രെയ്റ്റ്സ് എന്ന് പറയുമ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ്. ഇപ്പോൾ പേരൻസിൽ നിന്നും ഓഫ്സ്പ്രിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കുട്ടികളിലോട്ട് പേരൻസിൽ നിന്നും കുട്ടികളിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുറേ ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ പാസ് ചെയ്ത് വരുന്നുണ്ട്. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഹെറിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മിക്കുള്ള ഓർഗാനിസത്തിൻ്റെയും അവരുടെ ജെനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഡി എൻ എ തന്നെയാണ്. എക്സെപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ചില വൈറസുകൾക്ക് എന്താണ്, ആർ എൻ എ ആണ് ജെനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ആർ എൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്, റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് എന്തെന്ന് പറയുന്നത്, ആർ എൻ എ എന്ന് പറയുന്നത്. ഡി എൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് എന്തെന്ന് പറയുന്നത്, ഡി എൻ എ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കിനി എന്ത് ചെയ്യാം, ഡി എൻ എ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഡി എൻ എക്ക് ഒരു ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞതാണ് ആരൊക്കെ, വാട്സണും അതുപോലെ തന്നെ ഈ പടം ഇവിടെ നോക്കിയേ. ഇതാണ് ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. നോക്കിയേ, ഇത് ഒരു സ്ട്രാൻഡ്, ഇത് അടുത്ത സ്ട്രാൻഡ്. ഓക്കെ, ഇങ്ങനെ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറാണ് ഡി എൻ എക്ക് എന്ന് ആരാ കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ പറഞ്ഞത്, വാട്സണും അതേപോലെ തന്നെ ഫ്രാൻസിസ് ക്രിക്ക്. നമുക്ക് ചുമ്മാ വാട്സൺ ക്രിക്ക് എന്ന് പറയാം. വാട്സണും ക്രിക്കും കൂടെ ചേർന്നിട്ടാണ് എന്ത്, ഡി എൻ എക്ക് ഒരു ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ കാണിച്ചു തരുന്നല്ലോ 2 സ്ട്രാൻഡ്സ് ഉണ്ടെന്ന്. ആ 2 സ്ട്രാൻഡ്സിനെ പറയുന്നതാണ് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ 2 വലിയ പോളിന്യൂക്ലിയോടൈഡ് ചെയിൻസ് തമ്മിൽ ചേർന്നിട്ടാണ് ഡി എൻ എ ഫോം ചെയ്യുന്നതെന്ന് ആര് പറഞ്ഞു, വാട്സണും അതുപോലെ ഫ്രാൻസിസ് ക്രിക്കും കൂടെ ചേർന്ന് വാട്സണും ക്രിക്കും കൂടെ ചേർന്നിട്ട് പറഞ്ഞു. ഓക്കെ, അത് കാണാൻ എന്താണ്, നമ്മുടെ സ്റ്റെയർ കേസ് അല്ലെ, ഒരു സ്പൈറൽ ആയിട്ടുള്ള സ്റ്റെയർ കേസ് ഇരിക്കുന്ന പോലെ ഇരിക്കും. ഓക്കെ, അപ്പം ഡി എൻ എക്ക് ഒരു ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ ആണെന്ന് ഓർത്തിരിക്കുക. ഈ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ എന്ന് പറയുമ്പം എന്താ ഉദ്ദേശിച്ചത്, 2 സ്ട്രാൻഡുകൾ ചേർന്നിട്ടാണ്. ആ സ്ട്രാൻഡ്സിനെ പറയുന്ന പേരാണ് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ. ഇങ്ങനെ 2 വലിയ പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ വെച്ചിട്ടാണ് ഡി എൻ എ ഫോം ചെയ്തതെന്ന് ആര് പറഞ്ഞു, വാട്സണും ക്രിക്കും കൂടെ ചേർന്നിട്ട് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഡി എൻ എയുടെ സ്ട്രക്ചർ നോക്കാം. ഓക്കെ, ഇതാണ് 2 വലിയ പോളിന്യൂക്ലിയോടൈഡ്, നല്ല നീളമുള്ള പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് നേരെ നമ്മൾ സ്ട്രെയിറ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ഇനി ഒരു ഡി എൻ എ എടുത്തു കഴിഞ്ഞാൽ ആ ഡി എൻ എയിൽ 3 കമ്പോണൻസ് ആണ് ഉള്ളത്. എപ്പോഴും 3 കമ്പോണൻസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാ ഈ കാണുന്ന നിങ്ങൾ ഈ ഒരു പോർഷൻ, ഇതിനെ പറയുന്ന പേരാണ് നൈട്രജൻ ബേസ്.
നൈട്രജൻ ബേസ്. ഇനിയുള്ള ഒരു കമ്പോണൻറ്റ് എന്തുവാന്ന് വെച്ചാൽ പെൻറ്റോസ് ഷുഗർ. പെൻറ്റോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെൻറ്റോസ് അവിടെ 5 വശമാണ് ഈ ഷുഗറിനുള്ളത്, അതാണ് പെൻറ്റോസ് ഷുഗർ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് എന്താണ്? ഫോസ്ഫേറ്റ് മോളിക്യൂളാണ് ഉള്ളത്. ഇങ്ങനെ 3 കമ്പോണൻസ് ചേർന്നിട്ടാണ് DNA ഫോം ചെയ്തേക്കുന്നത്. ഓക്കെ, ഈ പടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ദാണ്ട് ഈ ഇത്ര ഏരിയയാണ് ഇതാ ഇവിടെ ഇങ്ങനെ വരച്ച് വെച്ചേക്കുന്നത്. അതുപോലെ എന്ത് ചെയ്യുന്നു, ഇതിങ്ങനെ കണക്ട് ചെയ്ത് അടുത്ത പോർഷനും ഉണ്ട്. അങ്ങനെ മുകളിലോട്ടും താഴോട്ടും ഇവരിങ്ങനെ കണക്ട് ചെയ്താണ് ചെയിൻ പോലെ ഇവർ ഫോം ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം നോക്കിയേ, ഈ ഒരു സ്ട്രക്ചറിനെ പറയുന്നതാണ് എന്താ? നൈട്രജൻ ബേസ്, പെൻറ്റോസ് ഷുഗർ, ഫോസ്ഫേറ്റ്. അപ്പം DNA ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 3 കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഒന്ന് നൈട്രജൻ ബേസാണ്, നൈട്രജൻ ബേസ്. 2 പെൻറ്റോസ് ഷുഗർ, 5 വശമുള്ള ഷുഗർ, പെൻറ്റോസ് ഷുഗർ. അതുപോലെ എന്താണ്? ഫോസ്ഫേറ്റിൻ്റെ മോളിക്യൂളും ആണ്. ഓക്കെ, ഇനി നമ്മുടെ ഈ നൈട്രജൻ ബേസും പെൻറ്റോസ് ഷുഗറിൻ്റെ ഇടയിൽ നിങ്ങൾക്കൊരു ബോണ്ട് കാണാൻ പറ്റും. ഈ ബോണ്ടിനെ പറയുന്ന പേരാണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്ന് പറയുന്നത്, ഗ്ലൈക്കോസിഡിക് ബോണ്ട്. അതുപോലെ തന്നെ ഈ പെൻറ്റോസും ഫോസ്ഫേറ്റിൻ്റെ ഇടയിൽ നിങ്ങൾക്കൊരു ബോണ്ട് കാണാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ ഇടയിലായിട്ടൊരു ബോണ്ട്. ഇവിടെ ഈ ഫോസ്ഫേറ്റ് ഇവിടെ മാത്രമല്ലേ ഉള്ളത്, നോക്കി ഇവിടെയും എന്ത് ചെയ്യുന്നുണ്ട്? ഫോസ്ഫേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. ഇവരിങ്ങനെ കണക്ട് ചെയ്ത് താഴോട്ട് മുകളിലോട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 എണ്ണം ഉണ്ടല്ലോ, 2 ഫോസ്ഫേറ്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് എന്താണ്? ഫോസ്ഫോ ഡൈ എസ്റ്റർ ബോണ്ട് എന്ന് പറയും, ഡൈ എസ്റ്റർ ബോണ്ട്. ഓക്കെ, ഇനി ഇതൊരു നൈട്രജൻ ബേസാണ്, ഇതൊരു നൈട്രജൻ ബേസാണ്. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ബോണ്ട് കാണാൻ പറ്റും. ഇവിടെ നോക്കിയാൽ ഡബിൾ ബോണ്ടാണ്, ഇവിടെ ട്രിപ്പിൾ ബോണ്ടാണ്. ഇങ്ങനെയുള്ള ബോണ്ട്സ് ഏത് ബോണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? അത് ഹൈഡ്രജൻ ബോണ്ടാണ്, അത് ഹൈഡ്രജൻ ബോണ്ടാണ്. ഓക്കെ, അപ്പോൾ നൈട്രജൻ ബേസും പെൻറ്റോസ് ഷുഗറിൻ്റെ ഇടയിലുള്ള ബോണ്ട് ഗ്ലൈക്കോസിഡിക് ബോണ്ട്, പെൻറ്റോസ് ഷുഗറും ഫോസ്ഫേറ്റിൻ്റെ ഇടയിലുള്ളത് ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ടും, 2 നൈട്രജൻ ബേസിൻ്റെ ഇടയിലുള്ള ബോണ്ടിനെ നമ്മൾ പറയുന്നത് ഹൈഡ്രജൻ ബോണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം DNA-യുടെ 3 കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കുക, ഈ കമ്പോണൻസിൻ്റെ ഇടയിലുള്ള ബോണ്ട്സ് ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കുക. ഇനി ഞാൻ പറയുന്നത് നൈട്രജൻ ബേസ് എന്ന് പറഞ്ഞല്ലോ, ഈ നൈട്രജൻ ബേസ് നമുക്ക് 4 എണ്ണമാണ് ഉള്ളത്. നൈട്രജൻ ബേസ് നമുക്ക് 4 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ. ഓക്കെ, ഇതിനെ A വെച്ച് റെപ്രസെൻ്റ് ചെയ്യാം, G വെച്ച് റെപ്രസെൻ്റ് ചെയ്യാം, C വെച്ച് റെപ്രസെൻ്റ് ചെയ്യാം, T വെച്ച് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ 4 നൈട്രജൻ ബേസുകളാണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ്? അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ. അങ്ങനെ 4 നൈട്രജൻ ബേസ്. ഓക്കെ, ഈ നൈട്രജൻ ബേസാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ATCG എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? നൈട്രജൻ ബേസാണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും A ബോണ്ട് ഫോം ചെയ്യുന്നത് TU ആയിട്ടായിരിക്കും. A ബോണ്ട് ഫോം ചെയ്യുന്നത് TU ആയിട്ടാണ്. അതുപോലെ തന്നെ G ബോണ്ട് ഫോം ചെയ്യുന്നത് CU ആയിട്ടാണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, Aയും Tയും തമ്മിൽ ഡബിൾ ബോണ്ടും Gയും Cൻ്റെ ഇടയിൽ ട്രിപ്പിൾ ബോണ്ടുമാണ്. ഇനി ആ ബോണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഹൈഡ്രജൻ ബോണ്ടാണ് അതിൻ്റെ ഇടയിലുള്ളത്. ഓക്കെ, അപ്പം Aയും Tയും തമ്മിൽ എപ്പോഴും ഡബിൾ ബോണ്ടും Gയും Cയും തമ്മിൽ എപ്പോഴും ട്രിപ്പിൾ ബോണ്ടുമാണ്. ഇനി Aയും Tയും തമ്മിലേ ബോണ്ട് ഫോം ചെയ്യത്തുള്ളൂ, Gയും Cയും തമ്മിലേ ബോണ്ട് ഫോം ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുക. ഒരു DNA എടുത്തു കഴിഞ്ഞാൽ DNA-യിൽ 3 കമ്പോണൻസ് ഉണ്ട്. നൈട്രജൻ ബേസ് ഉണ്ട്, പെൻറ്റോസ് ഷുഗർ ഉണ്ട്, ഫോസ്ഫേറ്റ് ഉണ്ട്. നൈട്രജൻ ബേസ് എന്ന് പറയുമ്പോൾ 4 എണ്ണം ഉണ്ട്. അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ. അതിൽ അഡിനിനും തൈമിനും തമ്മിലാണ് ബോണ്ട് ഉണ്ടാക്കുന്നത്, ഡബിൾ ബോണ്ടാണ്. ഗ്വാനിനും സൈറ്റോസിനും തമ്മിലാണ് ബോണ്ട് ഉണ്ടാക്കുന്നത്, ട്രിപ്പിൾ ബോണ്ടാണ്. ഓക്കെ, അതുപോലെ നൈട്രജൻ ബേസിൻ്റെ ഇടയിലുള്ള ബോണ്ട്സ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയും. ഷുഗറിൻ്റെയും നൈട്രജൻ ബേസിൻ്റെ ഇടയിലുള്ളത് ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്ന് പറയും. ഷുഗറും ഫോസ്ഫേറ്റിൻ്റെ ഇടയിലുള്ളത് നമ്മൾ ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട് എന്ന് പറയും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? DNA ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നോക്കിയേ, ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇവിടെ സെൻറ്റൻസ് ആയിട്ട് കൊടുത്തേക്കുവാണ്. ആ ന്യൂക്ലിയോടൈഡിൻ്റെ എണ്ണം കൂടും തോറും, ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയോടൈഡ് ഈ ഒരു നൈട്രജൻ ബേസും പെൻറ്റോസ് ഷുഗറും ഫോസ്ഫേറ്റും 3ഉം കൂടെ ചേർത്തിട്ട് നമ്മൾ പറയുന്ന പേരാണ്, ഒരു സെക്കൻഡ്, സോറി,
ഇത് മൂന്നും കൂടെ ചേർത്തിട്ട് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ന്യൂക്ലിയോടൈഡ് എന്ന് പറയും. നൈട്രജൻ ബേസും ഷുഗറും ഫോസ്ഫേറ്റും കൂടെ ചേർന്നിട്ട് നമ്മൾ പറയുന്ന പേരാണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ഇനി ഈ ഫോസ്ഫേറ്റിനെ മാറ്റി വെച്ചിട്ട് ഷുഗറിനെ നൈട്രജൻ ബേസിനെ മാത്രം പറയുന്ന പേരാണ് ന്യൂക്ലിയോസൈഡ്. ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും കൂടെ ചേർന്നിട്ടാണ്. ഇന്ന് ഫോസ്ഫേറ്റിനെ ഒഴിവാക്കിയിട്ട് ബാക്കി രണ്ടുപേരെയും കൂടെ ചേർത്തിട്ട് എന്ന് പറഞ്ഞാൽ നൈട്രജൻ ബേസിനെയും പെൻറ്റോസ് ഷുഗറിനെയും കൂടെ ചേർത്തിട്ട് പറയുന്ന പേരാണ് എന്ത്? ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എന്താ ഇവിടെ കൊടുത്തേക്കുന്നത്? നമ്പർ ഓഫ് ന്യൂക്ലിയോടൈഡ്സ് പ്രസൻറ്റ് മെയിൻലി ഡിഫൈൻസ് ദ ലെങ്ത്. ന്യൂക്ലിയോടൈഡിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും? DNA ലെങ്തിനെ ഡിഫൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ലെങ്തും കൂടും. ഓക്കെ, അതുപോലെ തന്നെ ഒരു DNA എടുത്തു കഴിഞ്ഞാൽ 3 കമ്പോണൻസ് ആണുള്ളത്. ഏതാണ്? നൈട്രജൻ ബേസ്, പെൻറ്റോസ് ഷുഗറും അതുപോലെ തന്നെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പും. ഓക്കെ, ഇനി പെൻറ്റോസ് ഷുഗർ എന്ന് പറയുമ്പോൾ നോക്കിയേ, DNA ഉണ്ട്, RNA ഉണ്ട്. ഇതിൽ 2 പേർക്കും ഷുഗർ ഉണ്ട്. DNAയിലെ ഷുഗറിനെ പറയുന്നത് ഡിയോക്സി റൈബോസ് ഷുഗർ എന്ന് പറയും. ഡിയോക്സി റൈബോസ് ഷുഗറാണ്. RNAക്ക് ഷുഗർ ഉണ്ട്. RNAയുടെ നമ്മൾ എന്തെന്നാ പറയുന്നത്? റൈബോസ് ഷുഗർ എന്നാ പറയും. അതാ ഇവിടെ കൊടുത്തേക്കുന്നത് റൈബോസ് ഇൻ ദ കേസ് ഓഫ് RNA ആൻഡ് ഡിയോക്സി റൈബോസ് ഫോർ DNA. ഓക്കെ, അതുപോലെ തന്നെയുള്ള എന്താണ് നൈട്രജൻ ബേസുകളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, അതുപോലെ തന്നെ എന്താണ് തൈമിൻ. 4 നൈട്രജൻ ബേസിൻ്റെ പേരുകൾ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. നൈട്രജൻ ബേസിനെ പൊതുവേ 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. പ്യൂറിൻസും അതുപോലെ തന്നെ പിരിമിഡിയൻ. ഓക്കെ, ഒന്നുമില്ല. ഈ പ്യൂറിൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണ്? അവർക്ക് ഒരു ലൈക്ക് ഡബിൾ റിങ് ഉള്ളവരാണ് എന്തെന്ന് പറയുന്നത്? പ്യൂറിൻസ് എന്ന് പറയുന്നത്. പിരമിഡ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു റിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു റിങ് മാത്രമേ ആർക്കുണ്ടാവുള്ളൂ? പിരമിഡിയൻസിനുണ്ടാവുള്ളൂ. ഓക്കെ, ഡബിൾ റിങ്സ് ഉള്ളവരാണ് പ്യൂറിൻസ് എന്ന് പറയുന്നത്. അതിൽ വരുന്നവരാണ് ആരൊക്കെ? ഈ അഡിനിനും ഗ്വാനിനും. പിരമിഡിയൻസിൽ വരുന്നതാണ് ഏത്? സൈറ്റോസിനും തൈമിനും. ഓക്കെ, അപ്പം ഇത് ഓർത്തില്ലെങ്കിലും വേണ്ടൂല. നിങ്ങൾ എന്ത് ഓർക്കുക? 4 നൈട്രജൻ ബേസുകൾ ഉണ്ടെന്ന് ഓർക്കുക. അഡിനിൻ, ഗ്വാനിനും സൈറ്റോസിനും തൈമിനും. അതിൽ അഡിനിനും ഗ്വാനിനും പ്യൂറിൻസും സൈറ്റോസിൻ തൈമിനും പിരമിഡിയൻ ആണെന്നും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നോക്കിയേ നമ്മുടെ RNA എന്ന് പറഞ്ഞാൽ എന്താണ്? റൈബോ ന്യൂക്ലിക് ആസിഡ്. റൈബോ ന്യൂക്ലിക് ആസിഡാണ് എന്തെന്ന് പറയുന്നത്? RNA എന്ന് പറയുന്നത്. ഈ RNAയും DNAയും തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മൾ ഓൾറെഡി പറഞ്ഞു. DNAയിലെ ഷുഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിയോക്സി റൈബോസ് ഷുഗറാണ്. പക്ഷേ RNAയിലെ ഷുഗർ നോക്കിക്കഴിഞ്ഞാൽ റൈബോസ് ഷുഗറാണ് എന്തെന്ന് പറയുന്നത്? RNAയിലുള്ളത്. DNAയിലാണെങ്കിൽ ഡിയോക്സി റൈബോസ് ഷുഗർ. ഓക്കെ, അതാണ് ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഡിഫറൻസ് എന്തുവാന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി 4 നൈട്രജൻ ബേസുകൾ അറിയാലോ. ഏതൊക്കെയാണ്? അഡിനിനും, ഗ്വാനിനും, സൈറ്റോസിനും തൈമിനും. ഓക്കെ, ഇങ്ങനെ 4 നൈട്രജൻ ബേസുകൾ നിങ്ങൾക്ക് അറിയാലോ. ഇതിൽ നമ്മുടെ തൈമിന് പകരം നമ്മുടെ RNAയിലുള്ളത് എന്താണ്? യുറാസിലാണ്. ഓക്കെ, 4 എണ്ണമാണുള്ളത്. അഡിനിനും, ഗ്വാനിനും, സൈറ്റോസിനും തൈമിനും. ഓക്കെ, അതിൽ തൈമിന് പകരം RNAയുടെ കേസിൽ ഉള്ളത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ യുറാസിലാണ്. ഇനി ബോണ്ട് ഫോം ചെയ്യുന്നത് ഇവർ തമ്മിലായിരിക്കും. ഓക്കെ, GCയിൽ വ്യത്യാസമൊന്നുമില്ല. എന്താണ്? ട്രിപ്പിൾ ബോണ്ടും അതുപോലെ തന്നെ Aയും Tയും ആയിരുന്നു. അതിപ്പോൾ എന്തായി? Aയും Uവും ആയി. അതിൻ്റെ ഇടയിലുള്ളത് എന്താണ്? ഡബിൾ ബോണ്ടും ആണെന്ന് ഓർത്തിരിക്കുക. ഇനി RNAയുടെ മെയിൻ ഫങ്ഷൻ എന്താണ്? പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുക, പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ ഉണ്ടാക്കുന്നതാണ് ആരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്? RNAയുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം DNAയുടെ സ്ട്രക്ചറിനെ പറ്റിയും RNAയും എന്ത് ചെയ്യുക? ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മൾ കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. എങ്ങനെയാണ് ഒരു പല ക്യാരക്ടേഴ്സ് പേരൻസിൽ നിന്നും കുട്ടികളിലോട്ട് പാസ് ചെയ്ത് വരുന്നത്? ഓക്കെ, അപ്പം എങ്ങനെ ജനറേഷൻ ഇങ്ങനെ പാസ് ചെയ്ത് വരുന്നു. അപ്പോൾ ഇതിനു വേണ്ടിയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നു, എക്സ്പെരിമെൻറ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ മെയിൻ എക്സ്പെരിമെൻറ്റ് നടത്തിയ ആളാണ് ആരെന്ന് പറയുന്നത്? ഗ്രിഗർ ജോഹാൻ മെൻഡൽ എന്ന് പറയുന്നത്. ഫാദർ ഓഫ് മോഡേൺ ജെനറ്റിക്സ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഗ്രിഗർ ജോഹാൻ മെൻഡൽ, അല്ലെങ്കിൽ നമുക്ക് വെറുതെ മെൻഡൽ എന്ന് പറയാം.
ഓക്കെ, മെൻഡലിനെയാണ് എന്ത് ഫാദർ ഓഫ് മോഡേൺ ജെനറ്റിക്സ് എന്ന് അറിയപ്പെടുന്നത്. ഇനി മെൻഡലിൻ്റെ കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 എക്സ്പെരിമെൻറ്റ് നമുക്ക് പറയാനുണ്ട്. ഓക്കെ, ഇതിൽ തന്നെ നമ്മുടെ മെൻഡൽ ചൂസ് ചെയ്ത പ്ലാന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പീ പ്ലാന്റ് ആയിരുന്നു. പീ പ്ലാന്റ്. ഓക്കെ, ഈ പീ പ്ലാന്റിൻ്റെ സയൻറ്റിഫിക് നെയിമും കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. എന്താണ്? പൈസം സറ്റൈവം. ഓക്കെ, അപ്പം ഇങ്ങനെ ഈ എക്സ്പെരിമെൻ്റ് ഒക്കെ നടത്തിയിട്ടാണ് എന്താണ് മെൻഡൽ കുറേ ലോസ് ഉണ്ട്. 3 ലോസ് ഉണ്ട്. 3 ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് ഉണ്ട്. ഓരോ ജനറേഷനിൽ നിന്നും വേറൊരു ജനറേഷനിൽ വരുമ്പം എന്താണ് പേരൻസിൽ നിന്നും കുട്ടികളിലോട്ട് കുറേ ക്യാരക്ടേഴ്സ് പാസ് ഓൺ ചെയ്ത് വരുന്നുണ്ട്. അപ്പം ഇതൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് കണ്ടുപിടിച്ചതിന് ശേഷം എന്താണ് മെൻഡൽ 3 ലോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 3 ലോസിനെയും കൂടെ നമ്മൾ എന്താണ് ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയും. അപ്പോൾ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് കൊണ്ടുവന്നത് ആരാന്ന് ചോദിച്ചാലും ആരാണ്? നമ്മുടെ മെൻഡൽ തന്നെയാണ്. ഫാദർ ഓഫ് മോഡേൺ ജെനറ്റിക്സ് എന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? മെൻഡൽ തന്നെയാണ്. ഓക്കെ, ഇനി പീ പ്ലാന്റിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? പൈസം സറ്റൈവോ ആണ്. ഇനി എന്തുകൊണ്ട് പീ പ്ലാന്റ് ചൂസ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പീ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് കുറേ എക്സ്പെരിമെൻ്റ് ഇപ്പം ചെയ്യാനുണ്ട്. അപ്പം ഓരോ ജനറേഷൻ വന്നിട്ട് ഇനി അടുത്ത അതിൻ്റെ കുട്ടി ഉണ്ടായിട്ട് അതിൻ്റെ കുട്ടിയോ നമുക്ക് അത്രയും കാലം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇങ്ങനെ വർഷങ്ങളോളം ഇരിക്കാൻ പറ്റും അടുത്ത ജനറേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട്? ഇല്ല. അപ്പം പെട്ടെന്ന് ജനറേഷൻസ് ഫോം ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഏതെന്ന് പറയുന്നത്? പീ പ്ലാൻ. അത് മാത്രമല്ല ഭയങ്കര ചീപ്പാണ്, ഈസിലി അവൈലബിൾ ആയിട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത്? പീ പ്ലാന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് മാത്രമല്ല പീ പ്ലാന്റിൻ്റെ കേസിൽ ഒറ്റ സമയം നമുക്ക് കുറേ ക്യാരക്ടേഴ്സ് ഒന്നിച്ചെടുക്കാൻ പറ്റും. അപ്പം ഒരു സമയം തന്നെ ഇപ്പം ഒരു പ്ലാന്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് കൺക്ലൂഷനിൽ എത്താൻ പറ്റണം എന്നില്ല. കുറേ ക്യാരക്ടേഴ്സ് എടുത്ത് അറ്റ് എ ടൈം നോക്കിയാലേ നമുക്കൊരു കൺക്ലൂഷനിൽ എത്താനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം പീ പ്ലാന്റിൻ്റെ കേസിൽ ഒരു സമയത്ത് തന്നെ കുറേ ക്യാരക്ടേഴ്സ് വ്യത്യസ്തമായിട്ടുള്ള കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് എടുത്ത് പഠിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? മെൻഡൽ പീ പ്ലാന്റിനെ ചൂസ് ചെയ്തത്. അപ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ? ചീപ്പായിരുന്നു, ഈസിലി അവൈലബിൾ ആയിരുന്നു, ഓരോരോ ജനറേഷന് വേണ്ടിയിട്ട് നമുക്ക് വർഷങ്ങളോളം കാത്തിരിക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് ജനറേഷൻസ് ഫോം ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അറ്റ് എ ടൈം ഒത്തിരി കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് നമുക്ക് ഒന്നിച്ചെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആയിരുന്നു ഏതെന്ന് പറയുന്നത്? പീ പ്ലാന്റ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി ക്യാരക്ടേഴ്സ് ഒന്നിച്ചെടുക്കാൻ പറ്റുമെന്ന്. എത്ര ക്യാരക്ടേഴ്സ് എന്ന് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ മെൻഡൽ ചൂസ് ചെയ്തത് 7 ക്യാരക്ടേഴ്സ് ആയിരുന്നു. ഈ 7 ക്യാരക്ടേഴ്സും എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ പീ പ്ലാന്റിൻ്റെ കേസിൽ 7 ക്യാരക്ടേഴ്സ് ആയിരുന്നു ചൂസ് ചെയ്തത്. ഓക്കെ, ആ 7 ക്യാരക്ടേഴ്സ് ഏതാണെന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, ഇതാണ് ആ 7 ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് ആ 7 ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് സ്റ്റെം ഹൈറ്റ്, അടുത്തത് സീഡിൻ്റെ ഷേപ്പ്, സീഡിൻ്റെ കളറ്, ഫ്ലവറിൻ്റെ കളറ്, ഫ്ലവറിൻ്റെ പൊസിഷൻ, പോഡിൻ്റെ ഷേപ്പ്, പോഡിൻ്റെ കളർ, അങ്ങനെ ഇത്രയും ക്യാരക്ടേഴ്സ് ആയിരുന്നു ആര് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? മെൻഡൽ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയാണ്? സ്റ്റെം ഹൈറ്റ്, സ്റ്റെമ്മിൻ്റെ ഹൈറ്റ് ഒരു ക്യാരക്ടർ, സീഡിൻ്റെ ഷേപ്പ്, സീഡിൻ്റെ കളറ്, ഫ്ലവറിൻ്റെ കളറ്, ഫ്ലവറിൻ്റെ പൊസിഷൻ, പോഡിൻ്റെ ഷേപ്പ്, പോഡിൻ്റെ കളർ, ഇങ്ങനെ 7 ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഒരു ക്യാരക്ടർ മീൻസ് ഒരു ക്യാരക്ടർ, ഇപ്പം സ്റ്റെം ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. ഓക്കെ, ആ ക്യാരക്ടറിൻ്റെ തന്നെ 2 വ്യത്യസ്തമായിട്ട് നമ്മളിപ്പോൾ ടോള്, ഡോർഫ് എന്ന് പറയും. ഇതിനെയാണ് നമ്മൾ അലീൽസ് എന്ന് പറയുന്നത്. അലീൽസ് ഒരു ക്യാരക്ടർ എടുത്തു, സ്റ്റെം ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടർ എടുത്തു, അതിനെ 2 ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. നോക്കിയേ, ടോളും ഡോർഫും, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അലീൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഇതിലെ ഒരു ക്യാരക്ടർ എടുത്താലും അതിൽ ഒന്ന് ഡോമിനൻറ്റും ഒന്ന് റെസസീവും ആയിരിക്കും. ഒന്ന് ഡോമിനൻറ്റും മറ്റൊന്ന് എന്തായിരിക്കും? റെസസീവും ആയിരിക്കും. എന്താണ് ഡോമിനൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പം എന്താണോ നിങ്ങൾ കാണുന്നത്, എന്താണോ എക്സ്പ്രസ് ആവുന്നത്, അതിനെയാണ് ഡോമിനൻ്റ് എന്ന് പറയുന്നത്. എന്താണോ നമ്മുടെ ഉള്ളിൽ ഹിഡൻ ആയിട്ടിരിക്കുന്നത് അതിനെ എന്തെന്ന് പറയും? റെസസീവ് എന്ന് പറയും. ഓക്കെ,
മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം നോക്കി, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നിങ്ങളുടെ തന്നെ പേരൻസിനെ എടുക്കുക. ഇപ്പം 2 പേർക്കും ബ്ലാക്ക് ആയിട്ടുള്ള ഐസാണ്, കറുത്ത എന്താണ് മീൻസ് കണ്ണാണുള്ളത്. നിങ്ങൾക്കും എന്താണ് ബ്ലാക്ക് ആയിട്ടുള്ള ഐസാണ്. അപ്പം നിങ്ങളെ ബ്ലാക്ക് ആയിട്ട് തന്നെയാണ് കണ്ണ് കാണുന്നത്. ഇനി അതിന് പകരം ഇപ്പം നിങ്ങളുടെ അച്ഛൻ ബ്ലൂ ഐസും അമ്മ ബ്ലാക്ക് ഐസും ആണെന്ന് വിചാരിക്കുക. പക്ഷേ നിങ്ങൾക്ക് ബ്ലൂ ഐസാണ് ഉള്ളത്. അപ്പം അമ്മയുടെ ബ്ലാക്ക് ഐസ് നിങ്ങളിലൂടെ കണ്ടില്ല. നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ്? നിങ്ങൾ ബ്ലൂ ഐസാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ആ ബ്ലാക്ക് സംഭവം ഉണ്ട്, പക്ഷേ എക്സ്പ്രസ് ആയത് എന്താണ്? ബ്ലൂ ആണ് എക്സ്പ്രസ് ആയത്. ഓക്കെ, അപ്പം നിങ്ങൾ എന്താണോ കാണുന്നത്, ആ കാണുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡോമിനൻറ്റ്. മറ്റത് കാണാതെ നിങ്ങളുടെ ഉള്ളിലുള്ളത് എന്തെന്ന് പറയും? റെസസീവ് എന്ന് പറയും. ഓക്കെ, അപ്പം അച്ഛൻ ബ്ലൂ ഐസ് ഉള്ള ആളും അമ്മ ബ്ലാക്ക് ഐസ് ഉള്ള ആളും നിങ്ങൾക്ക് എന്താണ്? ബ്ലൂ ഐസാണ്. എന്താ അവിടെ സംഭവിച്ചത്? ഒന്ന് എക്സ്പ്രസ് ആയി, മറ്റത് എക്സ്പ്രസ് ആയില്ല. എക്സ്പ്രസ് ആയത് ബ്ലൂ ഐസ്, അതിന് ഡോമിനൻ്റ് എന്ന് പറയും. ഒന്ന് എക്സ്പ്രസ് ആയില്ല, നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഹിഡൻ ആയിട്ടിരിക്കുവാണ്, കാണാതെ ഇരിക്കുവാണ്. അത് റെസസീവ്. മേ ബി നിങ്ങൾക്ക് അടുത്ത ജനറേഷൻ ഉണ്ടാവുകയാണ്, നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവുകയാണ്. അപ്പം ചിലപ്പം എന്ത് ചെയ്യാം? ഈ നിങ്ങളുടെ ഹിഡൻ ആയിട്ട് കിടന്ന ഈ ബ്ലാക്ക് ഐസ് കുട്ടികൾക്ക് വേണമെങ്കിൽ വരാം. കുട്ടികൾക്ക് ബ്ലൂ വരണമെന്നില്ല, ബ്ലൂവും വരാം ബ്ലാക്കും വരാം. അപ്പം നിങ്ങളുടെ ഉള്ളിൽ ഹിഡൻ ആയിട്ട് കിടക്കുന്നത് വേണമെങ്കിൽ അടുത്ത ജനറേഷനിൽ എക്സ്പ്രസ് ആവാം, ഡോമിനൻ്റ് ആവാം. അപ്പം എന്താണോ കാണുന്നത് അതിനെ ഡോമിനൻ്റ് എന്ന് പറയും. എന്താണോ കാണാതെ ഹിഡൻ ആയിട്ടിരിക്കുന്നത് അതിനെ റെസസീവ് എന്ന് പറയും. ഓക്കെ, അപ്പം ഇതിൽ ഓർക്കേണ്ട കാര്യം നോക്കിയേ. ഓക്കെ, ഇതാണ് ഡോമിനൻ്റ്, ഇതാണ് റെസസീവ്. ഓക്കെ, അപ്പം സ്റ്റെം ഹൈറ്റിൻ്റെ കേസിൽ ടോൾ ആണ് ഡോമിനൻ്റ്, ഡോർഫ് ആണ് റെസസീവ്. സീഡിൻ്റെ ഷേപ്പ് അതിൽ റൗണ്ട് ആണ് ഡോമിനൻ്റ്, റിങ്കിൾഡ് ആണ് റെസസീവ്. സീഡിൻ്റെ കളറിൽ യെല്ലോ കളർ ഡോമിനൻറ്റും ഗ്രീൻ കളർ റെസസീവും ആണ്. ഫ്ലവറിൻ്റെ കളറിൽ പർപ്പിൾ ഡോമിനൻറ്റും വൈറ്റ് റെസസീവും ആണ്. ഫ്ലവറിൻ്റെ പൊസിഷനിൽ ആക്സിയൽ ഡോമിനൻറ്റും ടെർമിനൽ റെസസീവാണ്. ആക്സിയൽ എന്ന് പറഞ്ഞാൽ ഒരു ചെടിയുടെ നടുക്ക് ഭാഗത്ത് ആക്സിസ് സെൻറ്റർ ഭാഗത്തായിട്ട് പൂക്കളൊക്കെ നിൽക്കുവാണെങ്കിൽ നമ്മൾ ആക്സിയൽ എന്ന് പറയും. ഇനി ഒരു ചെടിയുടെ ഏറ്റവും അറ്റത്ത് ടിപ്പിൽ ആണ് പൂ പൂത്ത് നിൽക്കുന്നതെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? ടെർമിനൽ എന്ന് പറയും. പിന്നെ പോഡിൻ്റെ ഷേപ്പ് ഇൻഫ്ലേറ്റഡ്, കൺസ്ട്രിക്റ്റഡ്. പോഡെന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം സീഡ് ഒരു പൊളിയുടെ അകത്തല്ലേ ഇടായിരിക്കുന്നത്. അപ്പം ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പോഡെന്ന് പറയുന്നത്. ഇനി പോഡ് ഇതാ ഈ രീതിയിലുള്ള പോഡും ഉണ്ട്, ഇങ്ങനെ കുറച്ച് ബൾജ് ചെയ്തിരിക്കുന്ന പൊന്തിയിരിക്കുന്ന പോലത്തെ പോഡ്സും ഉണ്ട്. ഇതിനെയാണ് ഇൻഫ്ലേറ്റഡ് എന്ന് പറയുന്നത്. ഇതിനെ ഇൻഫ്ലേറ്റഡ് എന്ന് പറയും. ഇതിനെയാണ് കൺസ്ട്രിക്റ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ എന്താണ്? പോഡിൻ്റെ കളർ ഗ്രീന്, അതേപോലെ തന്നെ എന്താണ്? റെസസീവ് ആയിട്ടുള്ളത് യെല്ലോയുമാണ്. ഇവിടെ സീഡിൻ്റെ കളറും പോഡിൻ്റെ കളറും തമ്മിൽ തിരിഞ്ഞു പോകാൻ പാടില്ല, എക്സാമിന് ചോദിക്കാറുള്ളതാണ്. സീഡിൻ്റെ കളറിൽ ഡോമിനൻ്റ് യെല്ലോ ആണെങ്കിൽ പോഡിൻ്റെ കളറിൽ ഡോമിനൻ്റ് ഗ്രീൻ ആണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ സീഡിൻ്റെ ഷേപ്പ് റൗണ്ടും ഉണ്ട്, റിങ്കിൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല റൗണ്ട് ഷേപ്പ് ഉള്ളത്. ഈ റൗണ്ട് ഷേപ്പുള്ള സീഡ്സ് തന്നെ ചിലത് ഇങ്ങനെ ചുക്കി ചുളുങ്ങിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? റിങ്കിൾഡ്. അപ്പം ഇങ്ങനെ 7 ക്യാരക്ടേഴ്സാണ് നമ്മുടെ മെൻ്റലി ചൂസ് ചെയ്തത്. അതിൽ തന്നെ ഒന്ന് ഡോമിനൻറ്റും ഒന്ന് എന്തായിരിക്കും? റെസസീവും ആയിരിക്കും. ഓക്കെ, ഇത് വെച്ചിട്ട് എന്ത് ചെയ്തു? ഒരു എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ എക്സ്പെരിമെൻ്റാണ് നമ്മളിനി പറയാനായിട്ട് പോകുന്നത്. ടോളിനെ നമുക്ക് നമ്മൾ എടുത്ത ക്യാരക്ടർ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മെൻ്റൽ എടുത്ത ക്യാരക്ടർ ഏതാന്ന് വെച്ചാൽ ഏതാണ്? സ്റ്റെം ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടർ എടുത്തിട്ടാണ് എന്ത് ചെയ്തത്? എക്സ്പെരിമെൻറ്റ് നടത്തിയത്. അതിൽ ഒന്ന് ടോളും ഒന്ന് ഡ്വാർഫും ആണല്ലോ. ടോളിനെ 2 രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാം, ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഡ്വാർഫിനെ ഒരേ ഒരു രീതിയിൽ മാത്രമേ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ, സ്മോൾ ടി. ഓക്കെ, അപ്പം ക്യാപിറ്റൽ ടി സ്മോൾ ടി. ടോളിനെ നമുക്ക് 2 രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അച്ഛനും അമ്മയും കറുത്ത കണ്ണുള്ള ആളാണ്, അവരുടെ കുട്ടിയും കറുത്ത കണ്ണാണെങ്കിൽ ഇത് എന്ന് വെച്ചാൽ പ്യുവറാണ്. 2 പേരും ബ്ലാക്ക് ആണ്, കുട്ടിയും എന്താണ്? ബ്ലാക്ക് ഐസ് ഉള്ള ആളാണ്. ഇത് പ്യുവറാണ്. ഇപ്പം അച്ഛൻ ബ്ലൂ, അമ്മ ബ്ലാക്ക്, പക്ഷെ കുട്ടി എന്താണ്? ബ്ലൂ ഐസാണ്. അപ്പം നമുക്ക് എങ്ങനെ പറയാം? ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയാം.
ഇത് പ്യുവർ അല്ല, കാരണം രണ്ട് മിക്സ് വന്നിട്ടുണ്ട്, മീൻസ് രണ്ടുപേരും കൂടെ ചേർന്നിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. ഇതെന്താണ് പ്യുവർ ആയിട്ടുള്ള ടോള്. ഓക്കെ, അച്ഛനും അമ്മയും ടോള്, കുട്ടിയും ടോള്. ഇത് അച്ഛൻ ടോള്, അമ്മ ഡോർഫ് ആണെങ്കിൽ കുട്ടി ടോള്. ഓക്കെ, ആ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഇത്. ഇനി ഷോർട്ട് ആയിട്ടുള്ളത്, നമുക്ക് ഡോർഫ് ആയിട്ടുള്ളത് ഒരേ ഒരു രീതിയേ ഉള്ളൂ, സ്മോൾ ടി സ്മോൾ ടി. ഇനി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ക്യാപിറ്റൽ ടീനെയും സ്മോൾ ടീനെയും കൂടെ എന്ത് ചെയ്തു, ക്രോസ് ചെയ്തു. ഇന്ന് നമുക്കൊരു ഗ്യാമേറ്റ് എടുക്കാം, ഇതിന്നൊരു ഗ്യാമേറ്റ് എടുക്കാം. അപ്പോൾ വന്നത് എന്താണ്, ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ രണ്ടിനെയും കൂടെ എടുത്ത് ക്രോസ് ചെയ്തപ്പോൾ കിട്ടിയ കുട്ടികളെല്ലാം എന്താണ്, ടോളാണ്. ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്ന ടോളല്ലേ. അപ്പം 100% കുട്ടികളും G1 ജനറേഷൻ, ആദ്യത്തെ ജനറേഷനിൽ എല്ലാവരും എന്താണ്, ടോളാണ്. അപ്പോൾ പിന്നെ സംശയമായി, ഡോർഫ് ഒരു പേരൻ്റാണ്, ടോളും ഒരു പേരൻ്റാണ്, എന്തുകൊണ്ട് കുട്ടികളിൽ ഡോർഫ് വന്നില്ല? അപ്പോൾ എന്ത് ചെയ്തു, ഈ ക്യാപിറ്റൽ ടി സ്മോൾ ടീനെ വീണ്ടും ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിട്ട് തന്നെ സെൽഫ് പോളിനേറ്റ് ചെയ്തു. ആദ്യം ചെയ്തത് എന്താണ്, ആദ്യം ക്യാപിറ്റൽ ടീനെ സ്മോൾ ടീനെ ക്രോസ് ചെയ്തത്. പിന്നെ എന്ത് ചെയ്തു, അതിലുണ്ടായ കുട്ടികളുണ്ടല്ലോ അവരെ എന്തെന്തോ സെൽഫ് പോളിനേറ്റ് ചെയ്തു, അത് അതിനെ വെച്ച് തന്നെ ക്രോസ് ചെയ്തു. അപ്പോൾ എന്ത് വരും നോക്കിയേ, ഇവിടെ ടി, ഇവിടെ സ്മോൾ ടി ഉണ്ട്, ഇവിടെ ടി ഉണ്ട്, സ്മോൾ ടി ഉണ്ട്. എന്ത് ചെയ്യാം, ഇത് അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്, ക്യാപിറ്റൽ ടി സ്മോൾ ടി, സ്മോൾ ടി. അപ്പോൾ നമ്മൾ നോക്കിയപ്പം നിങ്ങളിത് എങ്ങനെയാണ് കാണുന്നത്, ഇത് 3 പേരും ടോളായിട്ടും ഇത് ഡോർഫായിട്ടുമാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ 75% ടോളും കിട്ടി, 25% ഡോർഫും കിട്ടി. അപ്പോൾ ആശ്വാസമായി, ഒരു ഡോർഫ് വന്നല്ലോ. ഓക്കെ, ഇനി നിങ്ങൾ കാണുന്നത് വെച്ചിട്ട് എഴുതുന്നതാണ് എന്ന് വെച്ചാൽ 3 ടോളിനെ നിങ്ങൾ കണ്ടു, ഒരു ഡോർഫിനെ കണ്ടു. ഇങ്ങനെ കാണുന്ന വെച്ച് എഴുതുന്ന റേഷ്യോനെയാണ് നമ്മൾ ഫീനോടൈപ്പ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, എത്ര ടോളുണ്ട്, എത്ര ഡോർഫ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതുന്ന റേഷ്യോ, അതിനെയാണ് ഫീനോടൈപ്പ് റേഷ്യോ എന്ന് പറയുന്നത്. വേറൊരു റേഷ്യോയും കൂടെ ഉണ്ട്, ജീനോടൈപ്പ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്ര പ്യുവർ ടോളുണ്ട്, എത്ര പ്യുവർ അല്ലാത്ത ടോളുണ്ട്, എത്ര ഡോർഫ് ഉണ്ട്, അത് വെച്ചിട്ട് എഴുതുന്നതാണ് ജീനോടൈപ്പ് എന്ന് പറയുന്നത്. ഇവിടെ എത്ര പ്യുവർ ടോളുണ്ട്, ഒരേ ഒരു പ്യുവർ ടോളേ ഉള്ളൂ. പ്യുവർ അല്ലാത്ത ടോൾ എത്ര എണ്ണം ഉണ്ട്, 2 എണ്ണം. ഇനി എത്ര ഡോർഫ് ഉണ്ട്, 1. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത്, ജീനോടൈപ്പ് റേഷ്യോ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ജീൻ നോക്കിയിട്ട് നമ്മൾ എഴുതുന്നത്, മീൻസ് ഇതിൽ ഏത് അലീൽസ് ആണ് വന്നിരിക്കുന്നതെന്ന് നോക്കി നമ്മൾ എഴുതുന്നതാണ് ജീനോടൈപ്പ്. ഫീനോടൈപ്പ് ഒന്നുമില്ല, കാണുന്നത് വെച്ച് എഴുതുന്നതാണ്. എത്ര ടോളുണ്ട്, എത്ര ഡോർഫ് ഉണ്ട്, കാണുന്നത് വെച്ച് എഴുതുന്നതാണ് ഫീനോടൈപ്പ്. ജീനോടൈപ്പ് എന്താണ്, ഇവരുടെ അലീൽസ്, ജീന് ഏതൊക്കെയാണ് ഉള്ളത് എന്ന് നോക്കിയിട്ട് എഴുതുന്നതാണ്. ഇത് കാണുന്നത് വെച്ച് എഴുതാൻ പറ്റത്തില്ല, കാരണം ഈ ടോളിനെയും ടോളായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ അവരുടെ ജീൻ നോക്കി എഴുതുന്നതാണ് എന്താണ്, ജീനോടൈപ്പ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഒരു ക്യാരക്ടർ എടുത്ത് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇപ്പോൾ ക്രോസ് ചെയ്തത്. ഇങ്ങനെ ഒരു ക്യാരക്ടർ മാത്രം എടുത്ത് ക്രോസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മോണോ ഹൈബ്രിഡ് ക്രോസിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്, ഇവിടെ നമ്മൾ എടുത്ത ക്യാരക്ടറിക്ക് ഏതാണ്, സ്റ്റെം ഹൈറ്റ് ആണ്, അതിന് ടോളുണ്ട്, ഡോർഫുണ്ട്. ടോളിനെ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്നും ഡോർഫിനെ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്നും ഞാൻ പറഞ്ഞു. എക്സ്പെരിമെൻറ്റ് നടത്തി ഒരു പ്യുവർ ടോളിനെയും അതുപോലെ തന്നെ ഡോർഫിനെയും എടുത്താണ് എന്ത് ചെയ്തത്, ക്രോസ് ചെയ്തത്. ആദ്യത്തെ ജനറേഷനിലെ കുട്ടികളെല്ലാം ടോളായി, ഒരു ഡോർഫിനെ പോലും കിട്ടിയില്ല. അപ്പം അത് സംശയം മാറ്റാൻ വേണ്ടി എന്ത് ചെയ്തു, ആ വന്ന ജനറേഷനിൽ തന്നെ സെൽഫ് പോളിനേറ്റ് ചെയ്തു. അപ്പോൾ ആശ്വാസമായി, 75% ടോളും കിട്ടി, 25% ഡോർഫും കിട്ടി. എത്ര ടോളെന്ന് പറഞ്ഞാൽ 3 ടോളും 1 ഡോർഫുമാണ്. അത് വെച്ച് എഴുതുന്ന റേഷ്യോ ആണ് ഫീനോടൈപ്പ് റേഷ്യോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയുള്ള വേറൊരു റേഷ്യോ ആണ് ജീനോടൈപ്പ് റേഷ്യോ. ഇതിൽ അവരുടെ ജീൻ, അലീലും കൂടെ നോക്കിയിട്ട് എഴുതുന്നതാണ് ജീനോടൈപ്പ്. ഒരു പ്യുവർ ടോള്, 2 പ്യുവർ അല്ലാത്ത ടോള്, പിന്നെ എന്താണ്, ഒരു ഡോർഫും ആണുള്ളത്. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത്, ജീനോടൈപ്പ് റേഷ്യോ. ഓക്കെ, അപ്പം ഇത് ഞാൻ പറഞ്ഞത് എന്താണ്, ഒരു ക്യാരക്ടർ മാത്രം എടുത്താണ് നമ്മൾ ക്രോസ് ചെയ്തത്, അതിനെ നമ്മൾ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയും. ഇതുപോലെ 2 ക്യാരക്ടേഴ്സ് എടുത്ത് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറയും.
ഓക്കെ, ഡൈഹൈബ്രിഡ് ക്രോസിൻ്റെ കേസിൽ നമ്മൾ 2 ക്യാരക്ടേഴ്സ് എടുക്കും. ആ 2 ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീഡിൻ്റെ കളറും സീഡിൻ്റെ ഷേപ്പുമാണ് നമ്മൾ എടുക്കുന്നത്. സീഡിൻ്റെ കളറും സീഡിൻ്റെ ഷേപ്പും 2 ക്യാരക്ടേഴ്സ് നമ്മൾ എടുക്കും. ഓക്കെ, ഇവിടെ നോക്കിയേ, സീഡിൻ്റെ കളറ്, സീഡിൻ്റെ ഷേപ്പ്, സീഡിൻ്റെ ഷേപ്പ്. ഓക്കെ, നോക്കിയേ, ഷേപ്പിൽ റൗണ്ടും റിങ്കിൾഡും ഉണ്ട്, കളറിൽ യെല്ലോയും ഗ്രീനും ഉണ്ട്. ഓക്കെ, ശ്രദ്ധിക്കുക, ഇതാണ് ഒരു പേരൻറ്റ്, റൗണ്ട് യെല്ലോയാണ് ഒരു പേരൻറ്റ്, റിങ്കിൾഡ് ഗ്രീനാണ് അടുത്ത പേരൻറ്റ്. ഓക്കെ, ഇവിടെയും നമ്മൾ ആദ്യം ക്രോസ് ചെയ്യാൻ വേണ്ടി എടുത്തത് എന്താണ്? ടോൾ, പ്യുവർ ടോളിനെയാണ് നമ്മൾ ക്രോസ് ചെയ്യാൻ എടുത്തത്. പിന്നെ ഡ്വാർഫിനെ എന്ന് വെച്ചാൽ ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരാളെയും ഒരു റെസസീവ് ആയിട്ടുള്ള ആളെയും തമ്മിലാണ് ക്രോസ് ചെയ്തത്. ഇവിടെയും വ്യത്യാസമൊന്നുമില്ല, ഡോമിനൻ്റ് ആയിട്ടുള്ള ആളെയും റെസസീവ് ആയിട്ടുള്ള ആളെയും തന്നെയാണ് ക്രോസ് ചെയ്യുന്നത്. പക്ഷേ ഒരു സമയം 2 ക്യാരക്ടർ എടുത്തു. ഓക്കെ, അപ്പോൾ നോക്കിയേ, അപ്പം ഇവിടുത്തെ നമ്മുടെ പേരൻസ് ആരൊക്കെയാണ്? റൗണ്ട് യെല്ലോയും റിങ്കിൾഡ് ഗ്രീനുമാണ് നമ്മുടെ പേരൻസ് എന്ന് പറയുന്നത്. ഓക്കെ, റൗണ്ടിനെ, ഇപ്പം ടോളിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ എന്താണ്? ടി എന്ന് പറഞ്ഞില്ലേ? അതേപോലെ റൗണ്ടിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ക്യാപിറ്റൽ ടി, യെല്ലോനെ റെപ്രസെൻ്റ് ചെയ്യാൻ ക്യാപിറ്റൽ വൈ. ടോളിൻ്റെ ഓപ്പോസിറ്റാണ് ഡ്വാർഫിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ സ്മോൾ ടി ആണ് ഉപയോഗിച്ചതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ ഇത്. അപ്പം റൗണ്ടിൻ്റെ ഓപ്പോസിറ്റ് റിങ്കിൾഡ് വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ റൗണ്ടിൻ്റെ റെസസീവ് റിങ്കിൾഡ് ആണ്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം? സ്മോൾ ആർ എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഇത് ക്യാപിറ്റൽ വൈ ആണ്. അപ്പോൾ ഗ്രീന് നമ്മൾ എന്ത് ചെയ്യുക? സ്മോൾ വൈ എടുക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? ഇവരെ തമ്മിൽ ക്രോസ് ചെയ്തു. ഇതിന്ന് ഒരു ആർ എടുത്തു, ഇതിന്ന് ഒരു വൈ എടുത്തു, ഇതിന്ന് ഒരു സ്മോൾ ആർ എടുത്തു, ഒരു സ്മോൾ വൈ എടുത്തു. ആരായി? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. എന്താണ്? എല്ലാ കുട്ടികളും എന്താണ്? റൗണ്ട് യെല്ലോ ആണ്. ഇതിനെ നമ്മൾ പറയുന്നത് എന്താണ്? റൗണ്ട് യെല്ലോ ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക, എപ്പോഴും ക്യാപിറ്റൽ വരുന്നത് ഏതാണോ അതിപ്പോൾ ഏതെങ്കിലും ഒന്ന് ക്യാപിറ്റൽ ആണെങ്കിൽ പോലും അത് വെച്ചിട്ടായിരിക്കും നമ്മൾ പേര് പറയുന്നത്. ഓക്കെ, ഇത് ക്യാപിറ്റൽ ആറും ഉണ്ട് ക്യാപിറ്റൽ വൈയും ഉണ്ട്, അതുകൊണ്ട് ഒരു സംശയമില്ല ഇതെന്താണ്? റൗണ്ട് യെല്ലോ. ഇപ്പം സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ, ഇതിനെങ്ങനെ പറയും? ഇതിൽ ക്യാപിറ്റൽ ആർ ഇല്ല, അതുകൊണ്ട് ഇതെന്തായിരിക്കും? ഇത് റിങ്കിൾഡ് ആയിരിക്കും. ഇതിൽ ക്യാപിറ്റൽ വൈ ഉണ്ട്, അതുകൊണ്ട് യെല്ലോ ആയിരിക്കും ഗ്രീൻ ആയിരിക്കും? ഇതെന്തായിരിക്കും? യെല്ലോ ആയിരിക്കും. ഓക്കെ, ക്യാപിറ്റൽ ആർ സ്മോൾ വൈ, ഇതോ? ഇതിലൊരു ക്യാപിറ്റൽ ആർ ഉണ്ട്, അതുകൊണ്ട് അതെന്തായിരിക്കും? റൗണ്ട് ആയിരിക്കും. ഇതിൽ ക്യാപിറ്റൽ വൈയേ ഇല്ല, സ്മോൾ വൈ ആണ്, അതുകൊണ്ട് ഇതെന്താണ്? ഗ്രീൻ. അപ്പം ഇങ്ങനെയും എക്സാമിന് ചോദിക്കാറുണ്ട്. ഇപ്പം റൗണ്ട് യെല്ലോ അല്ലെങ്കിൽ റിങ്കിൾഡ് ഗ്രീൻ പേരൻസ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. എക്സാമിന് വേറെ ഏത് ക്യാരക്ടറിസ്റ്റിക്സ് വേണമെങ്കിലും ഈ ഒരു രീതിയിൽ ചോദിക്കാം. ഓക്കെ, അപ്പം ഇതാണ് G1 ജനറേഷൻ. നേരത്തെ സംഭവിച്ച അതേ കാര്യം തന്നെ ഇവിടെയും സംഭവിച്ചു. എല്ലാ കുട്ടികളും റൗണ്ട് യെല്ലോ ആയി. വീണ്ടും സംശയമായി, എന്തുകൊണ്ട് റിങ്കിൾഡ് ഗ്രീൻ വന്നില്ല? അങ്ങനെ എന്ത് ചെയ്തു? വീണ്ടും ഈ റൗണ്ട് യെല്ലോ വെച്ച് തന്നെ എന്ത് ചെയ്തു? ക്രോസ് ചെയ്തു. അതാണ് ഇവിടെ ടേബിളിൽ കൊടുത്തേക്കുന്നത്. ഓക്കെ, റൗണ്ട് യെല്ലോ കൊണ്ട് തന്നെ എന്ത് ചെയ്തു? ക്രോസ് ചെയ്തു. അതാണ് ഈ ടേബിൾ. അത് നമ്മൾ നേരത്തെ ഇങ്ങനെ വരച്ച പോലെ ഒന്നും വരയ്ക്കാനായിട്ട് പറ്റത്തില്ല. ഇവരുടെ ഗ്യാമേറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്യണം. നോക്കിയേ, ഇതൊരു ഗ്യാമേറ്റാണ്, ആർ സ്മോൾ വൈ, സ്മോൾ ആർ ക്യാപിറ്റൽ വൈ, സ്മോൾ ആർ സ്മോൾ വൈ. ഇത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നോക്കിയേ, ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ ആർ സ്മോൾ വൈ, സ്മോൾ ആർ ക്യാപിറ്റൽ വൈ, സ്മോൾ ആർ സ്മോൾ വൈ. ഇതേ ഓർഡറിന് തന്നെ ഇവിടെ എഴുതണം, അല്ലെങ്കിൽ ഇപ്പുറത്തിരിക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഓക്കെ, ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇത് രണ്ടും കൂടെ നോക്കിയിട്ട് ഇവിടെ എഴുതണം, ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഇവിടെ എഴുതണം, ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഇവിടെ എഴുതണം, ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഇവിടെ എഴുതണം. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യത്തില്ല, അതേപോലെ. ഇനി ക്യാപിറ്റൽ ആർ സ്മോൾ വൈയും ക്യാപിറ്റൽ വൈയും കൂടെ ചേർത്തിട്ട് ഇവിടെ എഴുതണം. ഇങ്ങനെ ഇവരെല്ലാവരെയും എന്ത് ചെയ്യണം? ക്രോസ് ചെയ്ത് എഴുതണം. ഓക്കെ, അങ്ങനെ ഇവരെല്ലാവരെയും ക്രോസ് ചെയ്ത് എഴുതണം. ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത് നോക്കിയേ, റൗണ്ട് യെല്ലോ, റൗണ്ട് ഗ്രീൻ, റിങ്കിൾഡ് യെല്ലോ,
റിങ്കിൾഡ് ഗ്രീൻ. ഇങ്ങനെ 4 പേര് നമുക്ക് കുട്ടികളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. ശ്രദ്ധിക്കുക, പേരൻസ് റൗണ്ട് യെല്ലോയും റിങ്കിൾഡ് ഗ്രീനും ആയിരുന്നു. പക്ഷേ നമുക്കിപ്പോൾ 2 വെറൈറ്റി പുതിയതും കൂടെ കിട്ടി. ആരാണ്? റൗണ്ട് ഗ്രീനും റിങ്കിൾഡ് യെല്ലോയും. ഓക്കെ, ഇനി ഇവരുടെ എണ്ണം ഇതിൽ നോക്കി എഴുതുക. നോക്കിയാൽ റൗണ്ട് യെല്ലോ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8 9 റൗണ്ട് യെല്ലോയും ഉണ്ട്. റൗണ്ട് ഗ്രീൻ ആണെങ്കിലോ, റൗണ്ട് ഗ്രീൻ 1 2 3 എണ്ണമാണ് റൗണ്ട് ഗ്രീൻ ഉള്ളത്. റിങ്കിൾഡ് യെല്ലോ ആണെങ്കിലോ 1 2 3 റിങ്കിൾഡ് യെല്ലോയും 3. റിങ്കിൾഡ് ഗ്രീൻ ഒരേ ഒരാളേ ഉള്ളൂ. ഇതാണ്. ഓക്കെ, ഇപ്പം കാണുന്ന വെച്ചിട്ട് ഞാൻ എഴുതിയ റേഷ്യോ ആണ്. അപ്പം ഈ ഒരു ഡൈഹൈബ്രിഡ് ക്രോസിൻ്റെ കേസിലുള്ള റേഷ്യോ ആണ് 9:3:3:1. എന്ത് റേഷ്യോ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫീനോടൈപ്പ് റേഷ്യോ. ഇനി ചോദിക്കാം ഇവിടെ ജീനോടൈപ്പ് റേഷ്യോ എന്താണ്? ജീനോടൈപ്പ് റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടായിരിക്കും. ഓരോ ജീൻ എടുത്ത് മീൻസ് ഇവരുടെ അലീലൊക്കെ എടുത്ത് നോക്കി കണ്ടുപിടിക്കാൻ പാടായിരിക്കും. എന്താണ്? കോംപ്ലക്സ് ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം മോണോഹൈബ്രിഡ് ക്രോസിൻ്റെ ഫീനോടൈപ്പ് റേഷ്യോ എന്തായിരുന്നു? 3:1. ജീനോടൈപ്പ് റേഷ്യോ 1:2:1. ഡൈഹൈബ്രിഡ് ക്രോസിൻ്റെ കേസിൽ ഫീനോടൈപ്പ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? 9:3:3:1. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് പുതിയ 2 പേരെയും കൂടെ കിട്ടി, റൗണ്ട് ഗ്രീനെയും റിങ്കിൾഡ് യെല്ലോയിനെയും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആരെ പറ്റി ഓർത്തിരിക്കുക? ജസ്റ്റ് ഈ ബോക്സ് ഒന്നും ഇങ്ങനെ കാണാതെ പഠിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. മോണോഹൈബ്രിഡിൻ്റെയും ഡൈഹൈബ്രിഡിൻ്റെയും രണ്ടിൻ്റെയും റേഷ്യോസ് ഓർത്തിരിക്കുക. ഫീനോടൈപ്പ് ജീനോടൈപ്പ് റേഷ്യോസ് ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ ഈ ക്രോസ് ജസ്റ്റ് ഓർത്തിരിക്കുക. ഇനി പറയാനുള്ളത്, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 3 ലോസ്, ഇങ്ങനെ 2 എക്സ്പെരിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ മെൻ്റൽ 3 ലോസിലോട്ട് എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു. 1 ലോ ഓഫ് ഡോമിനൻസ്, 2 ലോ ഓഫ് സെഗ്രിഗേഷൻ ഓർ പ്യൂരിറ്റി ഓഫ് ഗാമേറ്റ്സ്, 3 ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. ലോ ഓഫ് ഡോമിനൻസും ലോ ഓഫ് സെഗ്രിഗേഷൻ ഇത് രണ്ടും ആദ്യത്തെ മോണോഹൈബ്രിഡ് ക്രോസ് വെച്ചിട്ട് എത്തിയ കൺക്ലൂഷനാണ്. ഈ മൂന്നാമത്തെ ലോ എന്ന് പറയുന്നത് നമ്മുടെ ഡൈഹൈബ്രിഡ് ക്രോസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എത്തിയ എന്താണ് കൺക്ലൂഷനാണ് ഈ ലോ എന്ന് പറയുന്നത്. ആദ്യത്തെ ലോ, ലോ ഓഫ് ഡോമിനൻസ്. ടോളിനെയും ഡോർഫിനെയും കൂടെ ക്രോസ് ചെയ്തപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും മീഡിയം റേഞ്ച് ഹൈറ്റിലുള്ള ആരെയെങ്കിലും നിങ്ങൾ കണ്ടായിരുന്നോ? ഇല്ല, ഒരിക്കലും കാണത്തില്ല. എപ്പോഴും ടോളിനെയും ഡോർഫിനെയും കൂടെ ക്രോസ് ചെയ്താൽ എന്താണ്? ടോൾ ആയിരിക്കും എന്ത് വരുന്നത്? കുട്ടികളായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഡോർഫ് കുട്ടികളായിട്ട് വരാം. ഓക്കെ, ഒരിക്കലും ഇതിൻ്റെ ഇടയിലൂടെ ഒരു ഇടത്തരം ഹൈറ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഇല്ല. എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരാളും മറ്റൊരാളുടെ മുകളിൽ ഡോമിനേറ്റ് ചെയ്തിരിക്കുവാണ്. അതിനെയാണ് ലോ ഓഫ് ഡോമിനൻസ് എന്ന് പറയുന്നത്. ടോൾ എപ്പോഴും ഡ്വാർഫിൻ്റെ മുകളിൽ ഡോമിനേറ്റ് ചെയ്തിരിക്കുവാണ്. ഇതാണ് ലോ ഓഫ് ഡോമിനൻസ്. അല്ലാതെ അവിടെ മിക്സിങ്ങോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കുന്നില്ല. ഇതാണ് എന്തെന്ന് പറയുന്നത്? ലോ ഓഫ് ഡോമിനൻസ്. 2 ലോ ഓഫ് സെഗ്രിഗേഷൻ ഓർ പ്യൂരിറ്റി ഓഫ് ഗാമേറ്റ്സ്. ലോ ഓഫ് സെഗ്രിഗേഷൻ അല്ലെങ്കിൽ ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗാമേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും മോണോഹൈബ്രിഡ് ക്രോസ് വെച്ചിട്ട് തന്നെയാണ്. നോക്കിയേ, ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്രോസ് ചെയ്തു, ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇതിൽ നോക്കിയേ, ഞാൻ ഇങ്ങനെ എഴുതിയായിരുന്നു ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇപ്പോൾ ഇതിലെ ഗാമേറ്റ്സ് സെപ്പറേറ്റ് ആയി, ഇതിലെ ഗാമേറ്റ്സ് സെപ്പറേറ്റ് ആയി. സെപ്പറേറ്റ് ആവുന്നതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ എന്ത് നടക്കുന്നില്ല? പ്രത്യേകിച്ച് മിക്സിങ്ങോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല. ഇവർ സെപ്പറേറ്റ് ആയതിനു ശേഷമാണ് ഇവരെന്ത് ചെയ്യുന്നത്? ക്രോസ് ആവുന്നത്. സെപ്പറേറ്റ് ആയതിനു ശേഷം ഇവർ ക്രോസ് ആവുന്നു. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ പ്രത്യേകിച്ച് മിക്സിങ്ങോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കുന്നില്ല. സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെപ്പറേറ്റ് ആവുക. ഗാമേറ്റ്സ് സെപ്പറേറ്റ് ആയി. നോക്കി, ഇതിൽ സെപ്പറേറ്റ് ആയി. ഇനി പറയുന്ന പ്യൂരിറ്റി ഓഫ് ഗാമേറ്റ്സ്. പ്യുവർ എന്ന് പറഞ്ഞാൽ മിക്സിങ് നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവർ തമ്മിൽ പ്രത്യേകിച്ച് മിക്സിങ്ങോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല. നേരത്തെ പറഞ്ഞ സംഭവം തന്നെ, ടോളും ഡോർഫും തമ്മിലൊന്നും മിക്സ് ചെയ്തിട്ടില്ല. വേറെ പുതിയ ഏതെങ്കിലും ഒരു സംഭവം നമ്മൾ അതിൽ കണ്ടിട്ടില്ല. അതാണ് എന്ത്? ലോ ഓഫ് സെഗ്രിഗേഷൻ അല്ലെങ്കിൽ ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗാമേറ്റ്സ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ലോ എന്ന് പറയുന്നത് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം, റൗണ്ട് യെല്ലോയും റിങ്കിൾഡ് ഗ്രീനും കൂടാതെ 2 പേരെ കിട്ടി. ശ്രദ്ധിക്കുക, കിട്ടിയപ്പോൾ യെല്ലോയും ഗ്രീനും കൂടെ മിക്സായി വേറെ ഏതെങ്കിലും കളറാണോ നിങ്ങൾ കണ്ടത്? അല്ല.
റൗണ്ടും റിങ്കിൾഡും കൂടെ മിക്സായി വേറെ ഏതെങ്കിലും ഷേപ്പാണോ നിങ്ങൾ കണ്ടത്? അതുമല്ല. മിക്സിങ് ഇവിടെ നടന്നിട്ടില്ല. പക്ഷേ ഇവിടെ നടന്ന സംഭവം എന്തുവെന്ന് വെച്ചാൽ രണ്ട് ക്യാരക്ടേഴ്സ് നമ്മൾ ഒന്നിച്ചെടുത്തു എന്നത് സത്യമാണ്, റൗണ്ടും യെല്ലോയും. പക്ഷേ ഇവർ തമ്മിൽ എന്താണ്? ഇവർ ഇൻഡിപെൻഡൻ്റ് ആണ്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡൻ്റ് അല്ല. ഓക്കെ, റൗണ്ടിന് യെല്ലോൻ്റെ കൂടെ മാത്രമേ പോവാവുള്ളൂ, അങ്ങനെയില്ല. റൗണ്ടിന് ഗ്രീൻ്റെ കൂടെ പോവാം. റിങ്കിളിന് ഗ്രീൻ്റെ കൂടെ മാത്രമേ പോവാവുള്ളൂ, അങ്ങനെയില്ല. റിങ്കിളിന് യെല്ലോൻ്റെ കൂടെയും പോവാം. എന്ന് വെച്ചാൽ ഇവർ മിക്സ് ചെയ്തു എന്നല്ല, രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിൽ ഡിപ്പെൻഡൻ്റ് അല്ല, ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത്? ലോ ഓഫ് ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആദ്യത്തെ ലോ നോക്കിയേ, മെൻഡൽസ് ഫസ്റ്റ് ലോ എന്താണ്? ലോ ഓഫ് ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ക്യാരക്ടർ വേറൊരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ഫാക്ടർ വേറൊരു ഫാക്ടറിൻ്റെ മുകളിൽ എന്ത് ചെയ്യുവാണ്? ഡോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരാൾ ഡോമിനേറ്റ് ചെയ്യുന്നു, വൈൽ ദ അതർ റിമൈൻ ഹിഡൻ ഓർ മാസ്ക്ഡ്. മറ്റേയാൾ നമുക്ക് കാണാൻ പറ്റത്തില്ല, മറ്റേയാൾ എന്താണ്? റെസസീവാണ്. ഒരാൾ എപ്പോഴും ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്? ലോ ഓഫ് ഡോമിനൻസ്. ഇനി മെൻഡലിൻ്റെ സെക്കൻഡ് ലോ അല്ലെങ്കിൽ ലോ ഓഫ് സെഗ്രിഗേഷൻ, അല്ലെങ്കിൽ ഇതിന് പറയുന്നതാണ് ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗാമേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു പെയർ മീൻസ് ഒരു പെയറിൽ നിന്നും എന്താണ് അവർ സെഗ്രിഗേറ്റ് ചെയ്യുന്നുണ്ട്, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗാമേറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? സെഗ്രിഗേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മിക്സിങ് നടക്കുന്നില്ല. അതുകൊണ്ടാണ് ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗാമേറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് he formulated purity of gametes on the basis of monohybrid. ഓക്കെ, മെൻഡലിൻ്റെ ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും മോണോഹൈബ്രിഡ് ക്രോസ് വെച്ചിട്ട് തന്നെയാണ് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് വൺ, മെൻഡൽസ് തേർഡ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് എന്താണ്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് സെപ്പറേറ്റ് ജീൻസ് ഫോർ സെപ്പറേറ്റ് ട്രേറ്റ്സ് ആർ പാസ്ഡ് ഇൻഡിപെൻഡൻ്റ്ലി എന്ന് പറഞ്ഞാൽ അതിൽ ഉള്ള എന്താണ്? ട്രേറ്റ്സ് അല്ലെങ്കിൽ എന്താണ്? ക്യാരക്ടേഴ്സ് തമ്മിൽ എന്താണ്? ഡിപ്പെൻഡൻ്റ് അല്ല, ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ ഇതിന് ഇൻഹെറിറ്റൻസ് ലോ എന്നും പറയാറുണ്ട്. ഇത് മൂന്നും ഇൻഹെറിറ്റൻസ് ലോ തന്നെയാണ്, എന്നാലും തേർഡ് ലോയിനെ എടുത്ത് പറയാറുണ്ട് ഇൻഹെറിറ്റൻസ് ലോ എന്ന്. ഓക്കെ, ഈ മൂന്ന് ലോസ് ആ ഒരു എക്സ്പെരിമെൻറ്റ് മീൻസ് രണ്ട് എക്സ്പെരിമെൻറ്റ് വഴി മെൻഡൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്? അത് നിങ്ങളുടെ ഈ ഒരു പോർഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ DNA പറ്റി പറഞ്ഞു, RNA പറ്റി പറഞ്ഞു, പിന്നെ മെൻഡലിൻ്റെ എക്സ്പെരിമെൻറ്റിനെ പറ്റി പറഞ്ഞു. ആ എക്സ്പെരിമെൻറ്റ് വഴി കൺക്ലൂഡ് ചെയ്തതിന് ശേഷം 3 ലോസിനെ പറ്റി പറഞ്ഞു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. അപ്പം ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അപ്പോൾ എന്താ, നിങ്ങൾ ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ നന്നായിട്ട് എല്ലാ സബ്ജക്റ്റും മാക്സിമം ടൈം എടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.